ഈ സംഭവം നടന്നതിന് ശേഷം ഇപ്പോൾ സുരേന്ദ്രൻ ഈ രണ്ട് ദിവസമായി ഇക്കാര്യം പറയുന്നതിനിടയ്ക്ക് ഇപ്പോൾ BJP അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ എന്താണ് ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാനുള്ള കാരണം എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിയ ടിപ്പുവിനോട് ആർക്കാണ് ഇത്ര സ്നേഹം? ആ ഒരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഇതര മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ തകർക്കുകയും കൊള്ളയടിക്കുകയും ചെയ്ത മതഭ്രാന്തനെ പുകഴ്ത്തുന്നതിലൂടെ രണ്ട് മുന്നണികളും UDF-ഉം LDF-ഉം കേരളത്തിലെ ജിഹാദി ഭീകരരുടെ പിന്തുണ ഉറപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ BJP ഇതാണ് മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട. ശ്രീ ഹസ്കർ. മഞ്ജുഷ, ഇതില് ഞാൻ മനസ്സിലാക്കുന്നത് അത് തന്നെയാണ് രാഷ്ട്രീയം. ഹസ്കർ പറഞ്ഞോളൂ. മഞ്ജുഷ്, ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് സ്വാഭാവികമായും ശ്രീ സുരേന്ദ്രൻ ഒരു ആകസ്മികമായി പറഞ്ഞു പോയതല്ല. വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് സുരേന്ദ്രൻ ഗണപതി വട്ടം എന്ന പേരുമാറ്റത്തെ സംബന്ധിച്ച് ചർച്ച തുടക്കം വെച്ചിരിക്കുന്നത്. അതിൽ BJP ഒരു പരിധിവരെ മുന്നേറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെറുപ്പിന്റെ രാഷ്ട്രീയം സൃഷ്ടിക്കുക, ആ വിഭാഗീയതയിലൂടെ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ ഒട്ടാകെ രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ കഴിയുമോ എന്ന് BJPയുടെ ശ്രമത്തിന്റെ ഒരു അജണ്ടയുടെ കൃത്യമായ ഒരു മുന്നൊരുക്കത്തോടു കൂടി നടത്തിയിട്ടുള്ളതാണ്. അതാണ് ടിപ്പു സുൽത്താനെ പോലെ ഇന്ത്യ ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു വ്യക്തി ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ടിപ്പു സുൽത്താനെ നാം പലതരത്തിലും ഒറ്റപ്പെട്ട് ആക്രമിക്കപ്പെടുകയും ചരിത്രത്തിൽ അദ്ദേഹത്തെ വല്ലാത്ത വേദനിപ്പിക്കുന്ന സ്ഥാനത്തേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തു എന്നുള്ള വസ്തുത കൂടി ഈ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ടിപ്പുവിനെ അടയാളപ്പെടുത്തിയതിൽ ഇന്ത്യൻ ചരിത്രകാരന്മാരിൽ ഒരു പക്ഷേ ബ്രിട്ടീഷ് ചരിത്രകാരന്മാരെ ഫോളോ ചെയ്തിരുന്ന ഇന്ത്യൻ ചരിത്രകാരന്മാർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാ കാലത്തും നേരത്തെ ശ്രീ CR ഒക്കെ പറഞ്ഞതുപോലെ എല്ലാ കാലഘട്ടത്തിലും യുദ്ധങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ വിജയവും അവർ നേടുന്ന കൊള്ളയും ഒക്കെ തന്നെയായിരുന്നു. ലാഭമായിരുന്നു എല്ലാ യുദ്ധത്തിന്റെയും ലക്ഷ്യം. അത്തരത്തിൽ ലാഭം കൊയ്യുകയായിരുന്നു ഏതൊരു രാജാക്കന്മാരും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, മറാഠ രാജാവ് 1759 ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിരുന്ന തിരുപ്പതി ക്ഷേത്രം ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്തതായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി ക്ഷേത്രങ്ങൾ ഇങ്ങനെ ഹിന്ദു രാജാക്കന്മാരാൽ ആക്രമിക്കപ്പെടുകയും കീഴടക്കുകയും അതിലെ സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ടിപ്പു മാത്രം ഏതെങ്കിലും ഘട്ടത്തിൽ ചരിത്രത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഇങ്ങനെ അന്യ സമുദായക്കാരുടെ മത കേന്ദ്രങ്ങളെയോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളെയോ ആക്രമിച്ചതായി പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൈസൂരിലുള്ള ശ്രീരംഗനാഥ ക്ഷേത്രവും അതുപോലെ തന്നെ മഞ്ജുനാഥ ക്ഷേത്രവും സംരക്ഷിച്ചു പോരുന്നത് ടിപ്പു ആയിരുന്നു. മാത്രമല്ല, ആദിശങ്കരാചാര്യർ സ്ഥാപിച്ച ശൃംഗേരി മഠം എന്ന് പറയുന്നത് ടിപ്പു സുൽത്താന്റെ കൊട്ടാരത്തിന് വളരെ അടുത്തായിരുന്നിട്ട് പോലും അദ്ദേഹം ഒരിക്കൽ പോലും ആക്രമിക്കുകയോ കരം തീരുവ നൽകിക്കൊണ്ട് ശൃംഗേരി മഠത്തിന് ആവശ്യമായ സഹായങ്ങളും പാരിതോഷികങ്ങളും ചെയ്തതായി ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലും അടയാളപ്പെടുത്തുകയും ശൃംഗേരി മഠാധിപതിയെ ജഗദ്ഗുരു എന്ന് അദ്ദേഹം സംബോധന ചെയ്തിരുന്നതായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പല ഘട്ടങ്ങളിലും അദ്ദേഹം മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളെയും മത നേതാക്കന്മാരെയും വലിയ ആരാധനയോടെ കണ്ടതായി ചരിത്രത്തിൽ ഉള്ളപ്പോൾ പോലും പാശ്ചാത്യ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ചരിത്രകാരന്മാരുടെ വില്യം സ്മിത്ത് പോയിട്ടുള്ള ചരിത്രകാരന്മാരുടെ തുടർച്ചയായി ഇന്ത്യയിൽ ടിപ്പുവിനെ അത്തരത്തിൽ ചിത്രീകരിക്കുന്നതിനും ടിപ്പു എല്ലാ കാലത്തും മതവെറി കാത്തു സൂക്ഷിച്ചിരുന്നതും മതപരിവർത്തനത്തിന്റെ വക്താവായിരുന്നു ടിപ്പു എന്നും വരുത്തി തീർക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ടിപ്പു മാത്രമായിരുന്നില്ല. മൈസൂർ രാജവംശത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ ആക്രമിച്ചിട്ടുള്ളത് ടിപ്പു മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവായിരുന്നു ഹൈദരലി ആയിരുന്നു കേരളത്തെ ആക്രമിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്നും ടിപ്പു ആക്രമണം വലിയ തോതിൽ നടത്തുകയും അദ്ദേഹത്തിന്റെ സാമ്രാജ്യം വലുതാക്കുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഇന്ത്യയുടെ ചരിത്രത്തിൽ ടിപ്പുവിനുണ്ടായിരിക്കേണ്ട സ്ഥാനത്തെ മാറ്റി നിർത്തപ്പെടുകയും മാത്രമല്ല, ഗണപതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദു സമൂഹത്തിനിടയിൽ ഹിന്ദുമത വിശ്വാസികൾക്കിടയിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു ദേവതയായി നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഗണപതിയുടെ പേരിലുള്ള ഒരു ക്ഷേത്രത്തോട് തുടർന്ന് ആ പേരിൽ അറിയപ്പെടേണ്ടിയിരുന്ന സ്ഥലത്തെ പോലും ഇല്ലാതെ ചെയ്ത്
അത് കീഴടക്കി അങ്ങനെ ഒരു ഇൻവേഷൻ നടത്തിയ വ്യക്തി എന്ന നിലയിൽ ടിപ്പുവിനെ അപമതിക്കുന്ന തരത്തിലേക്ക് ചരിത്രത്തെ മാറ്റുന്നു എന്നുള്ളത് കൊണ്ട് ഒരു പേരുമാറ്റം നിർദ്ദേശിക്കുക എന്ന ഒരു വളരെ നിഷ്കളങ്കമായ ദൗത്യം അല്ല ശ്രീ സുരേന്ദ്രൻ ചെയ്തിട്ടുള്ളത്. സുരേന്ദ്രന് കൃത്യമായി ഇക്കാര്യത്തിൽ അജണ്ടയുണ്ട്, RSSന്റെ അജണ്ടയുണ്ട്, BJPയുടെ അജണ്ടയുണ്ട്. അത് വെറുപ്പിന്റെ രാഷ്ട്രീയം വീണ്ടും കേരളത്തിൽ വഴി ഇന്ത്യ ഒട്ടാകെ സ്ഥാപിക്കുക എന്നുള്ള ആ അജണ്ടയാണ്.